രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തെക്കുറിച്ച് നടന്ന ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഉണർത്തുപാട്ടാക്കി അദ്ദേഹം മാറ്റി. ഉറച്ച ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു, മൂന്നാം വട്ടവും BJP തന്നെ അധികാരത്തിലെത്തും. BJP ആവും അടുത്ത 5 വർഷവും ഇന്ത്യ ഭരിക്കുന്നത്. ലോക്സഭയിലെ 540 സീറ്റിൽ 400 സീറ്റും BJP മുന്നണി നേടും എന്ന് ആവേശത്തോടെ അദ്ദേഹം അവകാശപ്പെട്ടു. BJP ഒറ്റയ്ക്ക് 375 സീറ്റും ഘടകകക്ഷികൾ 25 സീറ്റും നേടും. അതാണ് മോദി പാർലമെന്റിൽ നടത്തിയ അവകാശവാദം. ഒന്നാമത്തെ മോദി സർക്കാർ കോൺഗ്രസ് ഭരണത്തിന്റെ പുഴുക്കുത്തുകൾ നീക്കി നാടിനെ ശുദ്ധീകരിച്ചെന്നും രണ്ടാം മോദി സർക്കാർ നാടിനെ പുരോഗതിയുടെ പാതയിൽ തിരിച്ചെത്തിച്ചു എന്നും മൂന്നാം മോദി സർക്കാർ അടുത്ത 1000 വർഷത്തേക്കുള്ള ഭാരതത്തിന്റെ വികസനത്തിന് അടിത്തറ പാകും എന്നും മോദി പറഞ്ഞു. മൂന്നാം ടൈമിൽ വിപ്ലവകരമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് മോദിയുടെ മുന്നറിയിപ്പ്. മോദിയുടെ അവകാശവാദങ്ങളെ എല്ലാം സംഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു, 2024 മോദി മൂന്നാം വട്ടവും എത്തിയാൽ ഇത് ഭാരതത്തിലെ അവസാനത്തെ പൊതു തെരഞ്ഞെടുപ്പായിരിക്കും. അതായത് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതാകും എന്ന്. 2019 ഇതുതന്നെ കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്നതാണ് വാസ്തവം. അതിനനുസരിച്ചുള്ള കരുനീക്കങ്ങളൊന്നും നടത്താൻ അവർക്കാവുന്നില്ല എന്നതും സത്യം. മോദി പറഞ്ഞത് സംഭവിച്ചാൽ ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ അത്യപൂർവമായ നേട്ടമായിരിക്കും അത്. 1957 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിടിച്ച 371 സീറ്റിനേക്കാൾ കൂടുതൽ BJP നേടുമെന്ന് അർത്ഥം. അന്ന് 491 സീറ്റിൽ 371 കോൺഗ്രസ് നേടിയത് എന്നതുകൊണ്ട് 540 സീറ്റിൽ 375 നേടുന്നതിന് അത്രയും തിളക്കം ഉണ്ടാവില്ല. എന്നാൽ ഈ സ്വപ്ന നേട്ടം കൈവരിക്കാനായാൽ 1984 ഇന്ദിരയുടെ വധത്തിന് ശേഷം കോൺഗ്രസിന് കിട്ടിയ 370 സീറ്റിനേക്കാൾ തിളക്കമാർന്നതാവും ആ വിജയം എന്ന തീർച്ചയാണ്. അത്ര വലിയ വിജയവുമായി വന്ന രാജീവിന് 1989 പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം നേടാനായില്ല എന്നതും ചരിത്രം. ഇപ്പോഴത്തെ ലോക്സഭയിൽ BJPക്ക് ഉള്ളത് 303 സീറ്റാണ്. BJPയുടെ മുന്നണിയായ NDAക്കുള്ളത് 353 സീറ്റും. ഇതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് BJP എങ്ങനെ കടക്കും എന്ന് 2019 പാർട്ടി നില വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എവിടെയാണ് അവരുടെ നില മെച്ചപ്പെടുക? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റിൽ 62 നേടിയത് അവരായിരുന്നു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് നടത്തിയ മുന്നേറ്റത്തിന് കിട്ടിയത് 6 സീറ്റാണ്. BSPക്ക് 10 സീറ്റും അപ്നാദൾ സൊനൈലാൽ പാർട്ടിക്ക് 2 സീറ്റും കിട്ടി. രാമക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ BJP ഹിന്ദുക്കളുടെ വോട്ട് കൂടുതൽ സമാഹരിച്ചാലും 62 എത്ര വരെ ഉയരും? സമാജ്വാദി പാർട്ടിക്ക് ഒന്നും ചെയ്യാനാവാതെ വരുമോ? ഉത്തർപ്രദേശിലെ 403 അംഗ നിയമസഭയിൽ 109 അംഗങ്ങളുള്ള പാർട്ടിയാണവർ. അഖിലേഷ് യാദവ് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കഴിഞ്ഞ തവണ സോണിയ ജയിച്ച റായ്ബറേലി ഇക്കുറിയും ജയിക്കാനായാൽ കോൺഗ്രസിന് ഭാഗ്യം. അതിനപ്പുറമൊന്നും കോൺഗ്രസ് അവിടെ കരുതുന്നുണ്ടാവില്ല. എന്തു കിട്ടിയാലും ലാഭമാകും ഫലം. ഹിന്ദി ബെൽറ്റായ മധ്യപ്രദേശിൽ 29 സീറ്റിൽ 28 BJPക്കാണ് 2019 കിട്ടിയത്. 1 സീറ്റാണ് കോൺഗ്രസിന് ജയിക്കാനായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും വോട്ട് ശതമാനത്തിൽ വെറും 3% വ്യത്യാസത്തിലാണ് കോൺഗ്രസ്. രാജസ്ഥാനിലെ 25 സീറ്റിൽ 25ഉം 2019 BJPക്കായിരുന്നു. ഹിമാചലിലെ 4 സീറ്റിൽ 4ഉം BJPക്കായിരുന്നു. ഛത്തീസ്ഗഡിലെ 11ൽ 9 സീറ്റും അവർക്കായിരുന്നു. ജാർഖണ്ഡിലെ 14 സീറ്റിൽ 11ഉം അവർക്കായിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും കോൺഗ്രസിന് കിട്ടിയത് ഓരോ സീറ്റാണ്. ഈ സീറ്റുകൾ കൂടി പിടിച്ചാലും 375 എന്ന മാജിക് നമ്പറിൽ എത്തുമോ? മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി നോക്കുക. ഹരിയാനയിലെ 10 സീറ്റിൽ 10ഉം BJPക്കായിരുന്നു. പഞ്ചാബിലെ 13ൽ 4 സീറ്റ് BJP മുന്നണിക്ക് കിട്ടിയിരുന്നു. അവിടെ ആം ആദ്മിയുടെ ശക്തി കൂടിയത് സഹായിക്കുന്നത് BJPയെ ആവില്ലല്ലോ. ജമ്മു കാശ്മീരിലെ 6ൽ 3 BJPക്ക് കിട്ടി. അന്നത്തെ മുന്നണി പക്ഷേ ഇപ്പോഴില്ല. അരുണാചലിലെ 2 സീറ്റും BJPക്കായിരുന്നു. ആസാമിലെ 14ൽ 9 സീറ്റ് BJP മുന്നണിക്കായിരുന്നു.
കോൺഗ്രസ് മുന്നണിക്ക് 3 സീറ്റും കിട്ടി. മണിപ്പൂരിലെ 2 സീറ്റും BJP മുന്നണിക്കായിരുന്നു. മേഘാലയ, മിസോറാം, നാഗാലാൻഡ് ഇവിടെയെല്ലാം 1ഉം 2ഉം സീറ്റാണ് ഉള്ളത്. അടുത്തത് പശ്ചിമ ബംഗാളാണ്. അവിടെ 42 സീറ്റിൽ 22ഉം തൃണമൂലിനായിരുന്നു. BJPക്ക് 18 സീറ്റ് കിട്ടി. കോൺഗ്രസ് മുന്നണിക്ക് 2ഉം. ഒഡീഷയിലെ 21 സീറ്റിൽ 12ഉം ബിജു ജനതാദളിനാണ്. BJP മുന്നണിക്ക് കിട്ടിയത് 8 സീറ്റാണ്. കോൺഗ്രസിന് 1ഉം. ഇവിടെ ബിജുവിനെ കടത്തി വെട്ടാനാവുമോ? ബീഹാറിലെ 40 സീറ്റിൽ 17ഉം BJPക്ക് കിട്ടി. 16 ജനതാദളിനും LJPക്ക് 6ഉം, അതായത് 39 സീറ്റും BJP മുന്നണിക്ക്. ത്രിപുരയിലെ 2 സീറ്റും BJPക്കായിരുന്നു. ഉത്തരാഖണ്ഡിലെ 5 സീറ്റും BJPക്കായിരുന്നു. ഗോവയിലെ 2 സീറ്റിൽ 1 കിട്ടി. ഡൽഹിയിലെ 7 സീറ്റിൽ 7ഉം BJPക്കായിരുന്നു. ലഡാക്ക്, ഛത്തീസ്ഗഡ് ഇവിടെയെല്ലാം ജയിച്ചതും അവർ തന്നെ. പിന്നെ എങ്ങനെ കൂടുതൽ സീറ്റ് കിട്ടും എന്ന ചോദ്യം ഉത്തരമില്ലാതെ കിടക്കുന്നു. കേരളത്തിലെ 20 സീറ്റിൽ 19ഉം കോൺഗ്രസ് മുന്നണിക്കായിരുന്നു. 1 CPM-നും. അതായത് 1 സീറ്റ് പോലും BJP മുന്നണിക്കില്ല. ഇക്കുറി സ്ഥിതി മാറുമോ? ചില സമുദായങ്ങളിൽ BJPക്ക് അനുകൂലമായ അടിയൊഴുക്ക് ഉണ്ട് എന്നത് സത്യം. ചില ഉന്നതതല കച്ചവടങ്ങളെക്കുറിച്ചും സംസാരങ്ങളുണ്ട്. എല്ലാം BJP ആഗ്രഹിക്കുന്ന തലത്തിലെത്തിയാൽ 1ഓ 2ഓ സീറ്റ് കിട്ടിയെന്നു വരാം. തമിഴ്നാട്ടിലെ 39 സീറ്റിൽ അണ്ണാ DMKക്ക് കിട്ടിയ 1 സീറ്റ് ഒഴികെ 38ഉം കോൺഗ്രസ് മുന്നണിക്കായിരുന്നു. അവിടെ സ്ഥിതി മെച്ചപ്പെടുമോ? കർണാടകയിലെ 28 സീറ്റിൽ 26ഉം BJP മുന്നണിക്കായിരുന്നു. ഇക്കുറി അതിലും മെച്ചപ്പെടുമോ? ആന്ധ്രയിലെ 25 സീറ്റിൽ 22ഉം YSRനായിരുന്നു. 3 തെലുങ്ക് ദേശത്തിനും. ഇക്കുറി തെലുങ്ക് ദേശവും BJPയും ചേർന്നാവും മത്സരിക്കുക. YSRന്റെ മകൾ ഷർമിള കോൺഗ്രസിനെ നയിക്കുന്നു. നില മെച്ചപ്പെട്ടാൽ അത് കോൺഗ്രസിനാവില്ലേ? തെലങ്കാനയിലെ 17 സീറ്റിൽ 9 TRSനും 4 BJPക്കും കിട്ടി. കോൺഗ്രസിന് 3 സീറ്റും കിട്ടി. ഇവിടെയും നില മെച്ചപ്പെടാവുന്നത് കോൺഗ്രസിനാണ്. മഹാരാഷ്ട്രയിലെ 48 സീറ്റിൽ അന്നത്തെ BJP ശിവസേന സഖ്യം പിടിച്ചത് 41 സീറ്റാണ്. BJPക്ക് 23ഉം ശിവസേനയ്ക്ക് 18ഉം കിട്ടി. ഇക്കുറി ശിവസേനയിലെ ശക്തമായ ഒരു വിഭാഗം കോൺഗ്രസിനൊപ്പമാണ്. പവാറിന്റെ കൂട്ടും ഉണ്ട്. 41 സീറ്റ് നിലനിർത്താൻ BJP മുന്നണി ബുദ്ധിമുട്ടാനല്ലേ സാധ്യത? അതായത് 3ാം വട്ടം അധികാരം പിടിക്കാനുള്ള സാധ്യത ഉള്ളപ്പോഴും മോദി പറഞ്ഞ 400-ലെത്തുക അത്ര എളുപ്പമാവില്ലെന്ന്. കോൺഗ്രസിനെ തന്റെ പ്രസംഗങ്ങളിൽ ഉടനീളം വല്ലാതെ വിമർശിച്ച മോദി അക്കാരണം കൊണ്ട് തന്നെ BJP ഇപ്പോഴും ഭയപ്പെടുന്നത് കോൺഗ്രസിനെ തന്നെയാണെന്നും കോൺഗ്രസ് തന്നെയാണ് പ്രധാന പ്രതിപക്ഷം എന്നും അടിവരയിട്ടു. കോൺഗ്രസും പ്രതിപക്ഷവും ഇനി വളരെ കാലത്തേക്ക് പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പരിഹസിച്ചു. ജനങ്ങളെ അവർക്ക് ഭയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ചിലർ മണ്ഡലം മാറ്റി. ഇക്കുറിയും സ്ഥലം മാറുമെന്ന് കേൾക്കുന്നു. ചിലർ മത്സര രംഗത്തു നിന്ന് തന്നെ പിന്മാറുകയാണ്. 2019 രാഹുൽ ഗാന്ധി അമേഠി വിട്ട് വയനാട്ടിൽ മത്സരിച്ചതിനെ കുറിച്ചും സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കാതെ രാജ്യസഭയിലേക്ക് മത്സരിക്കുവാൻ പോകുന്നു എന്നും മറ്റുള്ള വാർത്തകളെ പരോക്ഷമായി പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം. ജനം നിങ്ങളെ കൂടുതൽ ഉയർത്തുന്ന നിലയാണുള്ളത്. പാർലമെന്റിന്റെ വിസിറ്റേഴ്സ് ഗാലറിയിലേക്കാക്കുമെന്നും സൂചന. അദ്ദേഹം ശരിക്കും പരിഹസിച്ചു. കോൺഗ്രസിന്റെ പതന കാരണവും അദ്ദേഹം വിശകലനം ചെയ്തു. കുടുംബവാഴ്ച കോൺഗ്രസിനെ നശിപ്പിച്ചു. കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്കാണ് 1ാം സ്ഥാനം. ഒരേ സാധനം വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു. രാഹുൽ ഗാന്ധിയെ വീണ്ടും നായകനാക്കി പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ചാണ് സൂചന. എടുക്കാച്ചരക്കായി മാറിയ സാധനമാണത്, അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചത് അവരുടെ മുന്നണിയുടെ നായിക മമതയാണ്. 40 സീറ്റ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം, മോദി പരിഹസിച്ചു. ഇന്ത്യ മുന്നണിയിലെ അലൈൻമെന്റ് പോലും തകരാറിലാണെന്നും മോദി പരിഹസിച്ചു. ലോക്സഭയിലെ 100 മിനിറ്റ് പ്രസംഗത്തിൽ തന്റെ സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം എണ്ണി പറഞ്ഞു. പക്ഷെ മണിപ്പൂർ കലാപത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. വിലക്കയറ്റം നിയന്ത്രിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. കോവിഡും യുക്രൈൻ യുദ്ധവും ഉണ്ടായിട്ടും നാം പിടിച്ചു നിന്നു. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ഇന്ത്യ. 2014 നമുക്കുണ്ടായിരുന്നത് 11ാം സ്ഥാനമായിരുന്നു. അത് വലിയ കാര്യമായി അന്നത്തെ ധനമന്ത്രി അവകാശപ്പെട്ടു. കോൺഗ്രസ് പ്രധാനമന്ത്രിമാരായിരുന്ന നെഹ്റുവിനും ഇന്ദിരയ്ക്കും എതിരെ വരെ മോദി കടന്നാക്രമണം നടത്തി. ഭാരതത്തിലെ ജനങ്ങളെ അവർ മടിയന്മാരായി കരുതി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ പ്രസംഗം ഉദ്ധരിച്ചു. കാശ്മീർ പ്രശ്നം നെഹ്റുവിന്റെ സൃഷ്ടിയാണെന്നും മോദി പറഞ്ഞു. ചുരുക്കത്തിൽ കോൺഗ്രസിനും അവരുടെ നേതാക്കന്മാർക്കും എതിരെ
ശക്തമായി കടന്നാക്രമിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ആക്രമണം തന്നെ കോൺഗ്രസിനുള്ള അംഗീകാരമാണ്. കോൺഗ്രസുകാർ കാര്യമായ പ്രതികരണം നടത്തിയതായി കണ്ടില്ല. കുടുംബവാഴ്ചയെക്കുറിച്ച് പറഞ്ഞ മോദിയോട് തൃണമൂൽ കോൺഗ്രസിലെ സുഗത റോയ് രാജ്നാഥ് സിംഗിന്റെ മകന്റെ കാര്യവും അമിത്ഷായുടെ മകന്റെ കാര്യവും ചോദിച്ചു. യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് BJPയുടെ നയം. മോദി വിശദീകരിച്ചു. ഏത് കുടുംബത്തിൽ നിന്നും യുവാക്കൾ വരണം, എന്നാൽ അവരുടെ കുടുംബ താല്പര്യമല്ല സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പനിൽ നിന്ന് മകനിലേക്ക് പാർട്ടി കൈമാറ്റം ചെയ്യപ്പെടരുത്. കോൺഗ്രസിന് നെഹ്റു കുടുംബം അസ്തിത്വാവകാശമാണ്. ഒരുതരം അടിമത്ത മനോഭാവമാണ് അവർക്കിടയിൽ. നെഹ്റു കുടുംബത്തിലെ ആരെങ്കിലും ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ട് നില. നെഹ്റുവിന്റെ കാലത്ത് വ്യക്തിപൂജ ഉണ്ടായിരുന്നെങ്കിലും ഇതായിരുന്നില്ല നില. അദ്ദേഹം മരിച്ചപ്പോൾ വന്നത് ഇന്ദിരയല്ല, ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഇന്ദിര വന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഇന്ദിരയാണ് കോൺഗ്രസിനെ ജനാധിപത്യ പാർട്ടി അല്ലാതാക്കിയത്, യജമാനൻ പറയുന്നത് അനുസരിക്കുന്ന ദാസന്മാരുടെ സംഘമാക്കിയത്. അതുകൊണ്ട് എല്ലാ അളവുകോലുകളും നെഹ്റു കുടുംബത്തിന്റെ പ്രീതിയിൽ എത്തുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ വർക്കിംഗ് കമ്മിറ്റിക്കാർ സോണിയയിലേക്ക് തന്നെ തിരിഞ്ഞു. അവസാനം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശശി തരൂരിനെ തോൽപ്പിച്ച് ഗാർഗ കോൺഗ്രസ് പ്രസിഡന്റായി. കുടുംബവാഴ്ചയ്ക്ക് അതാണ് നല്ലതെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു കാണും. ഗാർഗയേക്കാൾ എത്രയോ ആദരം ശശി തരൂരിന് ലഭിക്കുമായിരുന്നു. ലോക്സഭയിൽ അതിരഞ്ജൻ ദാസ് ചൌധരിക്ക് കൊടുത്ത നിയോഗം തരൂരിന് കൊടുത്തിരുന്നെങ്കിൽ മാധ്യമങ്ങൾ എത്ര ശ്രദ്ധിക്കുമായിരുന്നു. കുടുംബവാഴ്ച ഉറപ്പാക്കുവാൻ നോക്കുന്ന എല്ലാ പ്രസ്ഥാനത്തിനും സംഭവിക്കുന്ന ദുരന്തമാണിത്. NCPയിൽ തെലുങ്ക് ദേശത്തിൽ എന്തിന് കേരള കോൺഗ്രസിൽ പോലും കാണുന്നത് അതല്ലേ. കഴിവുള്ളവർ ഒതുക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യും. കഴിവ് കുറഞ്ഞവർക്കിടയിൽ കഴിവുള്ളവനെ പോലെ കുടുംബ പ്രതിനിധി വിളങ്ങും. ഇന്ത്യ കൂടാരത്തിലെന്ന് അവകാശപ്പെടുന്ന മമതാ ബാനർജി പ്രതിപക്ഷ ക്യാമ്പിലെ ട്രോജൻ കുതിരയോ? ലോക്സഭയിൽ 40 അംഗങ്ങളെ എത്തിക്കാനാവുന്ന ബീഹാറിലെ സ്ഥിതി വല്ലാതെ മാറ്റുമായിരുന്നു. നിതീഷ് കുമാറിനെ വീണ്ടും BJP ക്യാമ്പിൽ എത്തിച്ചത് മമതയല്ലേ? പ്രധാനമന്ത്രി കസേര സ്വപ്നം കാണാനാവില്ലെങ്കിൽ പിന്നെ നിതീഷിനും നല്ലത് BJP ക്യാമ്പല്ലേ? അവർ അദ്ദേഹത്തെ ബീഹാറിൽ ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയെങ്കിലും ആക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുമായി മുന്നണിയായി മത്സരിച്ച നിതീഷിന് തിരിച്ചടി കിട്ടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം BJP ദാനം കൊടുത്തു. ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം BJPയേക്കാൾ 1 കുറച്ചായി നിർത്തി. അപകടം മണത്ത് പ്രതിപക്ഷത്തേക്ക് ചാടിയ അദ്ദേഹത്തിന് അവിടെ നില ഒട്ടും സുരക്ഷിതമല്ലെന്ന് ആക്കിയത് മമത കൂടിയല്ലേ? മുന്നണിയുടെ നേതാവായി ഖാർഗെ വരണമെന്ന് അവർ ശഠിച്ചു. രാഹുലിനോടുള്ള പരിഭവം കൊണ്ട് കൂടിയായിരുന്നിരിക്കാം ഈ നീക്കം. ഏതായാലും അതോടെ നിതീഷ് പിണങ്ങി. അദ്ദേഹം വന്നതുപോലെ തിരിച്ച് BJP ക്യാമ്പിലെത്തി. മടങ്ങിപ്പോക്ക് സംഭവിച്ചെങ്കിലും അദ്ദേഹം നടത്തിയ ജാതി സെൻസസിലെ കണ്ടെത്തലുകളുടെ കാര്യത്തിലും മറ്റും BJPയുമായി എങ്ങനെ സഹകരിക്കും എന്ന് കണ്ടറിയണം. നിതീഷ് കുമാർ കൊണ്ടുവന്ന ജാതി സെൻസസ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുദ്രാവാക്യമായി. BJPയോട് ചേർന്ന് മത്സരിച്ചാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് എന്ത് കളിയാവും കളിക്കുക എന്ന് BJP സംശയിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഏറെ സീറ്റുകൾ കിട്ടാതിരിക്കുവാൻ അവർ നോക്കാനിടയുണ്ടാവില്ലേ? മമത അടുത്ത കളി തുടങ്ങി. ബംഗാളിൽ അവർ ഒറ്റയ്ക്ക് 42 സീറ്റിലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത ലോക്സഭയിൽ കോൺഗ്രസിന് 40 സീറ്റ് കിട്ടുമോ? അവർ ചോദിച്ചു. ഈ ചോദ്യമാണ് മോദി രാജ്യസഭയിൽ ഉദ്ധരിച്ചത്. രാഹുൽ 2 വട്ടം തോറ്റ നേതാവാണ്, അവർ ആവർത്തിച്ചു. ദേശാടന പക്ഷിയാണ് രാഹുൽ. ഭാരത് ജോഡോ യാത്ര ഒരു പ്രയോജനവും ഇല്ലാത്ത ഫോട്ടോ സെഷനാണെന്നും അവർ പരിഹസിച്ചു. അതിനുമപ്പുറം അവർ കോൺഗ്രസിനെതിരെ വലിയ ഒരു ആരോപണവും ഉന്നയിച്ചു. കോൺഗ്രസ് ബംഗാളിൽ തൃണമൂലിനെ തോൽപ്പിക്കുവാൻ മുസ്ലിം പ്രീണനത്തിന് ശ്രമിക്കുന്നു എന്നായിരുന്നു അത്. BJPയുടെ ഹിന്ദു പ്രീണനം പോലെ കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്ന പാർട്ടിയായെന്ന് അവർ കുറ്റപ്പെടുത്തി. ദേശീയ തലത്തിൽ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന ആരോപണമാണത്. മുസ്ലിമുകളുടെയും ഹിന്ദുക്കളുടെയും വോട്ട് ഒരുപോലെ നേടിയിരുന്ന മമത ഇത്തരം ഒരു ആരോപണത്തിന് മുതിരുന്നത് കൃത്യമായ തിരിച്ചറിവുകളോടെയാണ്. മുസ്ലിമുകളല്ലാതെ കോൺഗ്രസിനെ പിന്താങ്ങിയിരുന്ന ന്യൂനപക്ഷങ്ങളിൽ പോലും ഭയം ഉളവാക്കുന്ന സമീപനമാണിത്. ഹിന്ദു മുസ്ലിം തീവ്രവാദങ്ങളെ തുലനം ചെയ്യുമ്പോൾ ഹിന്ദു തീവ്രവാദികളാണ് ഭേദം എന്ന് വിശ്വസിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലാണ്. ലോക്സഭയിലേക്ക് കോൺഗ്രസ് 300 സീറ്റിൽ മത്സരിക്കണമെന്നും 243 സീറ്റ് മറ്റ് കക്ഷികൾക്കായി വിട്ടുകൊടുക്കണമെന്നും താൻ പറഞ്ഞത് അവർ അംഗീകരിക്കുന്നില്ല. ഇവിടെ 2 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. പകരം മുസ്ലിം വോട്ടുകൾ ഇളക്കുവാനാണ് നോക്കിയത്.
ലോക്സഭയിലേക്ക് 134 സീറ്റുള്ള UP, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇവിടങ്ങളിൽ കോൺഗ്രസിന് എത്ര കിട്ടും? അവർ പരിഹാസത്തോടെ ചോദിച്ചു. ഇന്ത്യയിലാകെ 40 സീറ്റ് കിട്ടുമോ? അവർ ചോദിച്ചു. മോദിയും മമതയും ഒരേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ പിടിക്കാൻ മുന്നണികൾക്കാവില്ല, പാർട്ടികൾക്ക് സാധിക്കും. ഓരോ സംസ്ഥാനത്തും അതിനു ചേർന്ന മുന്നണികൾ ഉണ്ടാവണം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാവാം അനന്തര ചർച്ചകൾ. മോദിയുടെ പരിഹാസത്തിന് ജനങ്ങളുടെ വോട്ട് നേടിയാണ് മറുപടി പറയേണ്ടത്. അതിന് കോൺഗ്രസിന് സാധിക്കണം. കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ സീറ്റും ചോദിച്ചു വരുന്നു എന്ന തമിഴ്നാട് മന്ത്രി രാജ കണ്ണപ്പന്റെ വാക്കുകളും കാർത്തി ചിദംബരത്തിനെതിരെ കോൺഗ്രസുകാർ തന്നെ ഉയർത്തുന്ന കലാപക്കൊടികളും എല്ലാം സൂചനകളാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാതെ പദവികൾക്കായി ഓടുന്നവർ ഒരു പാർട്ടിക്കും കരുത്താവില്ല. കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ നിയമനങ്ങൾക്കുള്ള 50% സംവരണ പരിധി നീക്കുമെന്നും ജാതി സെൻസസ് നടത്തും എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ വലിയ ചലനം ഉണ്ടാക്കുമോ എന്ന് കണ്ടറിയണം. ജനാധിപത്യം വിജയിക്കുന്നത് ജനങ്ങളുടെ മനസ്സ് കൃത്യമായി രേഖപ്പെടുത്താനും അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുന്നതിനും ഉള്ള സാഹചര്യം ഉള്ളപ്പോഴാണ്. ഏറെ തിരിമറികൾക്ക് സാധ്യതയുള്ളതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എന്നാണ് പറയപ്പെടുന്നത്. വികസിത രാജ്യങ്ങളിൽ പോലും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് നടത്തുന്ന വോട്ടെടുപ്പും ഭരണാധികാരിക്ക് എങ്ങനെ വികലമാക്കാം എന്നതിന് നിറഞ്ഞ ഉദാഹരണമായി ജനുവരി 30 നടന്ന ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ്. കൗൺസിലിൽ 20 വോട്ടുള്ള കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തെ തോൽപ്പിച്ച് 16 വോട്ടുള്ള BJPയെ ഭരണാധികാരി വിജയിപ്പിച്ചു. അവരുടെ മനോജ് സോങ്കർ മേയറായി. അതിനെ സുപ്രീം കോടതി ചിത്രീകരിച്ചത് ജനാധിപത്യത്തിന്റെ കശാപ്പ് എന്ന്. 20 വോട്ടുള്ള പ്രതിപക്ഷത്തിന്റെ 8 വോട്ട് ഭരണാധികാരിയായ അനിൽ മാസി അസാധുവായി പ്രഖ്യാപിച്ചു. വോട്ടെണ്ണലിന് ആം ആദ്മിക്കാരെയും കോൺഗ്രസുകാരെയും സമ്മതിച്ചില്ല. ബാലറ്റ് പേപ്പറിൽ ഭരണാധികാരി കുറിയിട്ട് വോട്ട് അസാധുവാക്കിയതിന്റെ വീഡിയോ കണ്ട ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഭരണാധികാരിക്കെതിരെ നിയമ നടപടി വേണമെന്ന് വരെ പറഞ്ഞു. ആം ആദ്മിയുടെ മേയർ സ്ഥാനാർത്ഥി കുൽദീപ് കുമാറാണ് പരാതി ഫയൽ ചെയ്തത്. തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യാൻ പഞ്ചാബ് ഹൈക്കോടതി വിസമ്മതിച്ചു. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വോട്ടിംഗിന്റെ വീഡിയോ കണ്ട സുപ്രീം കോടതി കർശന നടപടികൾക്ക് ഉത്തരവായി. ഫെബ്രുവരി 7 കൂടാനിരുന്ന കൗൺസിൽ യോഗം അനിശ്ചിതകാലത്തേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇതാണ് BJP കാണിക്കുന്ന സത്യമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എന്താവും നടക്കുക എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം എത്ര പ്രസക്തം. ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുണ്ടുകൂടുന്ന വലുതാകാനിടയുള്ള ഒരു ആരോപണമാണ് ഭാരത സർക്കാർ തെന്നിന്ത്യൻ സർക്കാരുകളോട് കാണിക്കുന്ന അവഗണനയും അനീതിയും. ഇതിനെതിരെ ഡൽഹിയിൽ കർണാടക സർക്കാരും കേരള സർക്കാരും സമരം നടത്തി കഴിഞ്ഞു. കന്നഡകളോടുള്ള അവഗണന, മലയാളികളോടുള്ള അവഗണന, തമിഴന്മാരോടുള്ള അവഗണന, ഈ രീതിയിൽ വായ്ത്തരികൾ മാറുന്നതിന് ആരും ഇടയാക്കരുത്. അങ്ങനെ പറയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അവസരം കൊടുക്കരുത്. തെക്കേ ഇന്ത്യയിലാകെ BJP വിരുദ്ധ സർക്കാരുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ആരോപണം കൂടുതൽ ശക്തമാവും. കേന്ദ്ര സർക്കാരിന് ആന്ധ്രയെയും കേരളത്തെയും ചില ആനുകൂല്യങ്ങൾ കൊടുത്ത് കൂട്ടത്തിൽ നിന്നും മാറ്റാനായാലും അത്തരം ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടായാൽ പ്രത്യാഘാതം വളരെ മോശമാകും. കർണാടകക്കാരുടെ ഡൽഹി സമരം ഫെബ്രുവരി 7 അതിനു മുന്നോടിയായി ദേശീയ പത്രങ്ങൾക്ക് കൊടുത്ത പരസ്യത്തിൽ കർണാടക സർക്കാർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എളുപ്പത്തിൽ തീപിടിക്കുന്നവയാണ്. കേന്ദ്രത്തിന്റെ നീതി നിഷേധം മൂലം കർണാടകത്തിന് ഈ വർഷം 1,87,000 കോടി രൂപ നഷ്ടമായെന്ന് പരസ്യം പറയുന്നു. വരൾച്ച, ദുരിതാശ്വാസം എന്നിവയ്ക്ക് 11,177 കോടി ചോദിച്ചു. ഒന്നും തന്നില്ല. നികുതി പങ്കുവയ്പിലെ വ്യത്യാസം 4.72% നിന്നും 3.64% ഭദ്ര അപ്പർ ബാങ്ക് പ്രൊജക്ട് 5,300 കോടി പ്രഖ്യാപിച്ചു. ഒന്നും തന്നില്ല. 15ാം ധനകാര്യ കമ്മീഷൻ പ്രഖ്യാപിച്ച 5,495 കോടിയുടെ പ്രത്യേക ഗ്രാന്റ് 1 പൈസ കിട്ടിയില്ല. കൂട്ടായ സംരംഭങ്ങൾക്ക് 21-22 20,000 കോടി, 22-23 13,000 കോടി. എയിംസ് തന്നില്ല. മാതിയി പദ്ധതി ഇല്ല. കർണാടക കൃത്യമായി പറഞ്ഞു, എന്റെ നികുതി എന്റെ അവകാശം, ചലോ ഡൽഹി. സാമ്പത്തിക നീതിക്കായി പോരാടുക. അവരുടെ മുദ്രാവാക്യങ്ങൾ ശക്തമാണ്. പ്രധാനമന്ത്രി മോദി ആപത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്.
ഫെബ്രുവരി 7-ന് രാജ്യസഭയിൽ നന്ദിപ്രമേയത്തിന് മറുപടിയായി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നികുതി ഞങ്ങളുടെ പണം എന്ന വാദം ശരിയല്ല. രാജ്യത്തെ തകർക്കും. രാജ്യത്തെ തകർക്കാൻ പുതിയ ആഖ്യാനങ്ങൾ കൊണ്ടുവരരുത്. രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. കേന്ദ്രം പരമാവധി തരുന്നു. ഭാവി അപകടത്തിൽ എന്ന് പറഞ്ഞ് വടക്കും തെക്കുമായി വിഭജിക്കുവാനുള്ള കഥ ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കണം. കർണാടകയുടെ പരസ്യങ്ങൾ പരാമർശിച്ച് മോദി പറഞ്ഞു. ഒരു ഭാഗത്ത് വാക്സിൻ മറുഭാഗത്ത് നൽകാനാവില്ല എന്ന് പറഞ്ഞ് പരത്തുന്നവർ അപകടമാണ്. വേദനയുണ്ട്. രാഷ്ട്രം ഒരു തുണ്ട് ഭൂമി മാത്രമല്ല, മനുഷ്യ ശരീരം പോലെയാണ്. ഒരു ഭാഗം പ്രവർത്തിച്ചില്ലെങ്കിൽ ശരീരത്തിനാകെ വൈകല്യം, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നദികൾ ഹിമാലയത്തിൽ നിന്നും വരുന്നു. മറ്റുള്ളവർക്ക് തരില്ല എന്ന് പറഞ്ഞാലോ, കൽക്കരിയുള്ളവർ തരില്ലെന്ന് പറഞ്ഞാലോ. കേരളത്തിന്റെ സമരം 8-നായിരുന്നു. കേരളം കർണാടകയോളം കടത്തി പറഞ്ഞില്ല. ഒരേ ആവശ്യത്തിന് രണ്ടു കൂട്ടരും ഒന്നിച്ചല്ല സമരം ചെയ്തത് എന്നത് സമരത്തിന്റെ സവിശേഷതയായി. സമരത്തിന് തമിഴ്നാടിന്റെ പിന്തുണ ചോദിച്ച കേരള മുഖ്യമന്ത്രി കർണാടകയോട് പിന്തുണ ചോദിച്ചോ ആവോ. ഏതായാലും ഒന്നിച്ചുള്ള സമരത്തിന് കേരളത്തിലെ കോൺഗ്രസുകാർ കാണിച്ച മടുപ്പൊന്നും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ കേരളത്തോട് കാണിച്ചില്ല. അവർ സമരത്തെ പിന്താങ്ങി. തൽക്കാലം എല്ലാം കെട്ടടങ്ങിയ പോലുണ്ട്. കേന്ദ്രം സാധ്യമായതെല്ലാം ചെയ്യണം. ഈ തീ കത്തിക്കരുത്. പിടിച്ചാൽ കിട്ടാത്ത ദുരന്തങ്ങൾ ഉണ്ടാകും. കേന്ദ്രം നീതി പാലിക്കണം. ഇത്തരം അനീതിയാണ് ബംഗ്ലാദേശ് ഉണ്ടാകാൻ കാരണമായത്. എത്ര ജീവിതങ്ങൾ കുരുതി കൊടുക്കപ്പെട്ടു. സംസ്ഥാനങ്ങൾ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് പരിശോധിക്കണം. നടപടി വേണം. പീഡിപ്പിക്കാൻ നോക്കരുത്. നികുതി പണം എല്ലാവരുടെയും ആണ്. NCP എന്ന പാർട്ടിയുടെ സ്ഥാപകനേക്കാൾ പാർട്ടിയിൽ അവകാശം മരുമകനുണ്ടെന്നും അദ്ദേഹം നയിക്കുന്നതാണ് യഥാർത്ഥ പാർട്ടി എന്നും 2024 ഫെബ്രുവരി 6-ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചു. അങ്ങനെ പാർട്ടിയുടെ പേരും ചിഹ്നവും ശരത് പവാറിന് നഷ്ടപ്പെട്ടു. മരുമകൻ അജിത് പവാറിന് കിട്ടി. അധികാരത്തിന് വേണ്ടി ഏത് കളിയും കളിക്കാൻ തയ്യാറാവുന്ന ശരത് പവാറിന് കിട്ടിയ കനത്ത അടിയായി ഈ വിധി. താനുണ്ടാക്കിയ പാർട്ടി വല്ലവരും കൊണ്ടുപോകുന്നത് കാണേണ്ടി വന്നു. മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കുന്നതിന് അടുത്ത കാലത്ത് BJP പിളർത്തിയ 2 പാർട്ടികളിലും അങ്ങനെ ഇലക്ഷൻ കമ്മീഷനിലെ വിധിയിൽ ഔദ്യോഗിക പക്ഷം പരാജയപ്പെട്ടു. ശിവസേന കേസിൽ ഉദ്ധവ് താക്കറെയും NCP കേസിൽ ശരത് പവാറും തോറ്റു. കുടുംബ പാർട്ടികളുടെ ചരിത്രത്തിൽ വല്ലാത്ത അധ്യായം. താക്കറെ കുടുംബത്തിന്റെ പാർട്ടി ഷിൻഡെയുടെ കയ്യിലായി. ശരത് പവാറിന്റെ പാർട്ടി അജിത്തിന്റെ കയ്യിലും. കഴിവുള്ള അപ്പൻ കഴിവില്ലാത്ത മക്കൾക്ക് പാർട്ടി തന്നെ കൊടുത്താലും അവർക്ക് ഏറെ കാലം കൊണ്ടു നടക്കാനാവില്ലെന്നതിന്റെ കൂടി സൂചനയാണിത്. ഒപ്പം ഈ പാർട്ടികൾ ഇല്ലാതാകുന്നതിന്റെയും. വ്യക്തികളെ ചുറ്റിപ്പറ്റിയുള്ള പാർട്ടികളിൽ ഇത്തരം വിധികൾ അപകടം ഉണ്ടാക്കുന്നത് കേസിൽ തോറ്റവനാകണം എന്നില്ല. NCP-കാർക്ക് ശരത് പവാർ ആണല്ലോ എല്ലാം. ശിവസേനയ്ക്ക് താക്കറെയും. വിധി വന്ന ഉടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പവാറിന്റെ പാർട്ടിക്കും പുതിയ പേര് കൊടുക്കാൻ തയ്യാറായി. അദ്ദേഹം കൊടുത്തു. 3 പേരുകളിൽ NCP ശരത് പവാർ എന്ന പേര് സ്വീകരിച്ച് അംഗീകരിച്ചു. ശരത് പവാർ, NCP പവാർ എന്നിവയായിരുന്നു മറ്റു പേരുകൾ. ചിഹ്നം ആയി ചോദിച്ചിരുന്നത് ആൽമരം അനുവദിക്കുമോ എന്ന് തീർച്ചയില്ല. പുതിയ പേര് സ്വീകരിച്ച് മത്സര രംഗത്ത് ഉറച്ചു നിൽക്കാൻ 83-കാരനായ ശരത് പവാർ തീരുമാനിച്ചതോടെ NCP വഴക്ക് പുതിയ രൂപം പ്രാപിക്കും. അജിത് പവാറിന് സ്വന്തം നിലയിൽ ശക്തി കാണിക്കണം. 1999 ജൂൺ 10-ന് ശരത് പവാർ, താരിഖ് അൻവർ, PA സാംഗമ എന്നിവർ ചേർന്ന് ഗാന്ധിയൻ സെക്കുലറിസം മുഖ്യ ആശയമായി ആരംഭിച്ച പ്രസ്ഥാനമാണ് NCP അഥവാ നാഷണലിസ്റ്റ് കോൺഗ്രസ്. ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി കോൺഗ്രസ് പാർട്ടിയെ നയിക്കരുത് എന്ന നിലപാട് എടുത്തതിന് 1999 മെയ് 20-ന് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണിവർ. എങ്കിലും 1999 തന്നെ കോൺഗ്രസുമായി ചേർന്ന് NCP മഹാരാഷ്ട്രയിൽ സർക്കാർ ഉണ്ടാക്കി. 2004 കേന്ദ്രത്തിൽ UPA-യിലും ചേർന്നു. കേന്ദ്ര കൃഷിമന്ത്രിയായ ശരത് പവാർ 10 വർഷം പ്രവർത്തിച്ചു. 2014 വരെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സർക്കാരിൽ 2012 സാംഗമ പാർട്ടി വിട്ടു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി. താരിഖ് അൻവർ കോൺഗ്രസിൽ തിരിച്ചെത്തി. 2014 പവാർ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചു. ഒറ്റയ്ക്ക് മത്സരിച്ച് BJP ന്യൂനപക്ഷ സർക്കാർ ഉണ്ടാക്കി പവാർ സഹായിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും NCP-യും മുന്നണിയായി മത്സരിച്ചു. കോൺഗ്രസിന് 1 സീറ്റ് കിട്ടിയപ്പോൾ പവാറിന് 5 സീറ്റ് ജയിക്കാനായി. തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഒപ്പം മത്സരിച്ച് ജയിച്ച ശിവസേനയുമായി മഹാവികാസ് അഗാഡി ഉണ്ടാക്കിയ പവാറും കോൺഗ്രസും മഹാരാഷ്ട്രയിൽ അധികാരം പിടിച്ചു. ഈ സർക്കാരിൽ ഉണ്ടായിരുന്ന ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയെയും
NCPയുടെ അജിത് പവാറിനെയും തിരിച്ചുപിടിച്ച് BJP വീണ്ടും മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തി. അതിനു മുൻപ് 2023 നവംബർ 23 അജിത് പവാർ BJPയുമായി ചേർന്നതായിരുന്നു ശരത് പവാർ തിരിച്ചുപിടിച്ചത്. കോൺഗ്രസ് NCP ശിവസേന സഖ്യത്തിൽ മന്ത്രിയാക്കി. എങ്കിലും ശരത് പവാറിന് കൂടുതൽ ഇഷ്ടം മകൾ സുപ്രിയ സൂളയോടായിരുന്നു. 2022 ജൂൺ ഏക്നാഥ് ഷിൻഡെ BJPക്കൊപ്പം പോയതോടെ മഹാവികാസ് അഘാഡി സർക്കാർ നിലംപൊത്തി. ഷിൻഡെ മുഖ്യമന്ത്രിയായി. 2023 ജൂലൈ 1 അജിത് വീണ്ടും BJP മുന്നണിയിൽ എത്തി. അതോടെ പവാർമാർ തമ്മിലായി യുദ്ധം. 2023 ജൂൺ 30 തന്നെ പാർട്ടി പ്രസിഡന്റാക്കി എന്ന അജിത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കത്തിൽ അവകാശപ്പെട്ടു. ആ കേസിലാണ് കമ്മീഷന്റെ വിധി വന്നത്. 10 തവണ കേട്ട ശേഷമായിരുന്നു വിധി. 1940 ജനിച്ച ശരത് പവാർ 4 തവണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. കേന്ദ്രത്തിൽ പ്രതിരോധം, കൃഷി വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. BCCI തലവൻ, ICCI തലവൻ, മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ്. 2017 പത്മവിഭൂഷൺ കിട്ടി. 1958 യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസ് പ്രവർത്തകനായി ചേർന്നു. 1964 സംസ്ഥാന സെക്രട്ടറിയായി. YB ജാവിന്റെ അടുത്ത അനുയായിയായിരുന്നു. 1967 27-ാം വയസ്സിൽ ബാരമതിയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു. 1967-90 വരെ MLA. 1969 കോൺഗ്രസ് പിളർന്നു. ഇന്ദിരയ്ക്കൊപ്പം നിന്നു. 1975 ആഭ്യന്തരമന്ത്രിയായി. 1977 ഇന്ദിര തോറ്റു. 1978 പവാർ കോൺഗ്രസ് വിട്ടു. 38-ാം വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി. 1980 ഇന്ദിര അധികാരത്തിൽ തിരിച്ചെത്തി. പവാർ സർക്കാരിനെ പിരിച്ചുവിട്ടു. 1983 ഇന്ദിരാ വിരുദ്ധ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 1984 ബാരാമതിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു, ജയിച്ചു. 1985 വീണ്ടും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1987 കോൺഗ്രസിൽ തിരിച്ചെത്തി. കേന്ദ്രമന്ത്രിയായി. 1988 രാജീവ് അദ്ദേഹത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാക്കി. 1989 48 28 സീറ്റ് കോൺഗ്രസ് നേടി. 1990 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷേ സ്വതന്ത്രരെ കൂട്ടി പവാർ മന്ത്രിസഭ ഉണ്ടാക്കി. 1991 രാജീവ് വധിക്കപ്പെട്ടു. നരസിംഹറാവു കോൺഗ്രസ് പ്രസിഡന്റായി. റാവു പ്രധാനമന്ത്രിയായി. 1990 പ്രതിരോധ മന്ത്രി. 1993 റാവു മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാക്കി. 1997 സീതാറാം കേസരിയായി മത്സരിച്ചു. 1997 കോൺഗ്രസിന് 37 സീറ്റ് കിട്ടി. 12ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി. 2012 യുവാക്കൾക്കായി വഴിമാറും എന്ന് പ്രഖ്യാപിച്ചു. 2014 രാജ്യസഭയിലെത്തി. 2020 വീണ്ടും രാജ്യസഭയിലെത്തി. പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ 2024 അദ്ദേഹം കളത്തിലുണ്ടാവും. അജിത് പവാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ അവസാന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞതുപോലെ ഇക്കുറിയും വരും, മറക്കരുത്, അജിത് പവാർ ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ ധനമന്ത്രി ബാലഗോപാലിന്റെ ബജറ്റ് ആർക്കാണ് പിടിച്ചത്? കർഷകരെ പിടിച്ചില്ല. റബ്ബറിന് 10 രൂപ മാത്രമാണ് സംഭരണ വില കൂട്ടിയത്. ജീവനക്കാർക്ക് പിടിച്ചില്ല. 6ൽ 1 ഗഡു മാത്രമാണ് DA കുടിശ്ശിക കിട്ടുക. പെൻഷൻകാർക്ക് പിടിച്ചില്ല. ക്ഷേമ പെൻഷൻ 1600 രൂപ 1 പൈസ കൂട്ടിയില്ല. കുടിശ്ശിക എന്ന് കൊടുക്കും എന്ന് പറഞ്ഞില്ല. ഇടത് വിദ്യാർത്ഥി സംഘടനകളായ SFIക്കും AISFനും വിദേശ സർവകലാശാലകൾ വരുന്നതാണ് വിഷയം. നിലവാരം ഉള്ള സർവകലാശാല വന്നാൽ വലിയ ഫീസാകും എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. CPIക്കാർക്ക് പിടിച്ചില്ല. ഭക്ഷ്യമന്ത്രിയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും പരസ്യമായി അമർഷം പ്രകടിപ്പിച്ചു. കേരള കോൺഗ്രസുകാർക്ക് പിടിച്ചില്ല. 10 രൂപ തന്നെയാണ് അവരുടെയും വിഷയം. പറഞ്ഞിരുന്നത് 250 രൂപയാണ്. ഇനി ഈ 10 രൂപ പോലും പറഞ്ഞതല്ലാതെ കൊടുക്കുമോ എന്ന് ആർക്കറിയാം. ആകെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് കുത്തകകൾക്ക് മാത്രം. അവരെ ആകർഷിക്കാൻ പലതും പ്ലാൻ ബിയിൽ ഉണ്ടാവും. ജീവിത ചെലവനുസരിച്ച് റബ്ബറിന് തറവില നിശ്ചയിക്കണം. ഇൻഫാം ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടലിന്റെ ഈ ആവശ്യം ബഡ്ജറ്റിനെ കുറിച്ച് വന്ന ഏറ്റവും നല്ല പ്രതികരണമായി. ജീവനക്കാർക്ക് കിട്ടുന്ന പരിഗണന കർഷകനും കിട്ടണം. കർഷകനെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് അതല്ലേ? വിപ്ലവകരമായ നിർദ്ദേശം. ഷീലോഹിന്റെ കാഴ്ചകൾ അടുത്ത ആഴ്ച.